നമ്പൂതിരിമാരുടെ വിവാഹത്തിന് തലേ ദിവസം അയിനൂൺ എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്. രാവിലെ എങ്ങനെയാ വെച്ചാൽ കുട്ടി കുളിച്ച് നല്ല വസ്ത്രമൊക്കെ ധരിച്ച് ആദ്യം ഭഗവാനെ നേദിക്കുക. നേദിക്കൽ കഴിഞ്ഞിട്ടാണ് ഇത് തുടങ്ങണത്. അമ്മ തൊട്ട് മംഗല്യമുള്ള കല്യാണം കഴിഞ്ഞ് വന്ന എല്ലാ സ്ത്രീകളും ആ കുട്ടിയെ എണ്ണയൊക്കെ തേപ്പിച്ച് കുളിപ്പിക്കാൻ കൊണ്ടു. കുളിച്ച് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വന്ന് തീ ആഹാരം കൊടുക്കുക. തൂഷനിലയൊക്കെ വെച്ച് ഗണപതിക്ക് ആദ്യം വിളമ്പും. അത് കഴിഞ്ഞ് ഈ കുട്ടിക്ക് വിളമ്പും. അപ്പുറത്ത് ഇപ്പുറത്ത് 2 പേര് തോഴിമാരായിട്ട് 2 പേരിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ആയിരത്തിരി വേറുക എന്ന് പറഞ്ഞൊരു പ്രധാന ചടങ്ങാണ്. ഞങ്ങൾക്ക് മംഗല്യമുള്ള സ്ത്രീകൾക്ക് മാത്രമേ പാടുള്ളൂ. പെണ്ണിനെ വേൾപ്പാനായി നാഥനെഴുന്നള്ളും നേരത്തിങ്കൽ ഭൂതങ്ങളെ കൊണ്ടകമ്പടി കൂട്ടിട്ട് കാളെ മേലേറി നമ ശിവായ. അടുത്തോരമ്പലം വേണം, ആലിങ്ങു ചേർന്നൊരു കുളവും വേണം. കുളിപ്പാനായി കുളം വേണം, കുളത്തിൽ ചതമര വേണം. കുളിച്ചു ചെന്നകം പൂകാൻ ചന്ദനം വേണം. വെക്കേഷൻ വരുമ്പോ മാത്രമേ നമുക്ക് കാണാനൊക്കെ പറ്റുള്ളൂ. പിന്നെ ആ 2 മാസം വരുമ്പോ വളരെ എൻജോയ് ആയിട്ട് നല്ല കുറെ മൊമെന്റ്സ് ഉണ്ട്. വഴികളിൽ അകമറിയുകയാണോ? ഇനിയും ഇനിയും പറയാതൊരു കഥയാണോ ഇതു? നേരം ഇതുവരെ അതിരിഴകളിലാരോ ഇപ്പൊ അമ്മുവിന്റെ വിവാഹം നടക്കാൻ പോവുകയാണ്. അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങളുടെ ഇപ്പൊ ഈ ഗ്രാങ്ങിലേക്ക് കൂടി വരുന്നത് ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. വിഷ് ഹാപ്പി മാരേജ് 2 പേർക്കും.